ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങു നിശ്ചയമായി. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീരെ മന്നിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീരെ മന്നിലുള്ളൂ. അതേ പ്രിയമുള്ളവരെ, ഇത്ര സൗഭാഗ്യം നമുക്ക് ഈ ലോകത്തിൽ ലഭിച്ചതിന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവൻ്റെ മക്കളായി തീർന്ന് ഈ ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവീക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് തലത്തിലും ഏതവസ്ഥയിലും സർവശക്തനായ ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിപ്പാനായിട്ട് ലഭിച്ച ഈ വലിയ ഭാഗ്യത്തെ നമുക്ക് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാവിലെ ഈ ധ്യാനത്തിൽ കർത്താവിൻ്റെ വൻ കൃപകൾക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് തിരുവചന ചിന്തയ്ക്കായിട്ട് നമ്മളെ ഒരുക്കാം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചു. ആസയുടെ സമർപ്പണത്തെപ്പറ്റി നമ്മൾ പഠിച്ചു. ശുദ്ധീകരണത്തിന് ശേഷം ദൈവത്തിലുള്ള ആശ്രയം, സമർപ്പണം, അത് ജീവിതത്തിൻ്റെ അനുഗ്രഹമായിട്ട് മാറുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് ഈ 91-ാം സങ്കീർത്തനത്തിൻ്റെ അകത്ത് ഈ പറ്റിച്ചേരുന്നതായ അല്ലെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്നതായ ഈ ദൈവത്തിൻ്റെതായ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഞാൻ ഇന്ന് അത് അല്പമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. നമ്മൾ പലപ്പോഴും ഈ സങ്കീർത്തനങ്ങൾ വായിക്കാറായിട്ടുണ്ട്. എന്നാൽ ഈ ദൈവത്തെപ്പറ്റി ആ സങ്കീർത്തനത്തിൻ്റെ ഓരോ വാക്യങ്ങളിലും വർണ്ണിച്ചിരിക്കുന്നത് നമ്മളൊന്ന് തിരിച്ചറിയുമ്പോഴുണ്ടല്ലോ, നമ്മുടെ ഈ ലോകയാത്രയിൽ നമ്മൾ കൂടുതൽ ദൈവത്തെ സ്നേഹിച്ച് അവനോട് പറ്റിച്ചേരും. കാരണം ഇപ്പോൾ പാടിയതുപോലെ ഈ ലോകത്തിലെ ആശ്രയങ്ങളെല്ലാം നശ്വരമാണ്, താൽക്കാലികം, ഒന്നും നമ്മളെ നിലനിർത്തത്തില്ല. പക്ഷേ ഇത്ര സൗഭാഗ്യം നമുക്ക് ഈ ദൈവത്തിൽ ആശ്രയിപ്പാനായിട്ടുള്ളതുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ, ഞാൻ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോ പറയട്ടെ, നിങ്ങൾ ഏത് പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോയിക്കുകയാണെങ്കിലും ഈ ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയം, ഈ തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ, അത് നമുക്ക് വലിയൊരു വിടുതലായിത്തീരും. പരീക്ഷകൾ വരും, സങ്കടങ്ങൾ വരും, വേദനകൾ വരും. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ ദൈവം ഒരു വലിയ നീക്കുപോക്ക് തരും. അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, ഈ ഒരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഒന്നാമതായിട്ട് പറയുന്നു, അവൻ അത്യുന്നതനാണ്, അതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ലെന്ന് അതിൻ്റെ അർത്ഥം. അത്യുന്നതൻ, ഏറ്റവും ഉയരത്തിൽ വസിക്കുന്നവൻ, അല്ലെങ്കിൽ മറ്റേതിനെക്കാട്ടിലും അത്യുന്നതനായ ആ ദൈവമാണ്. 2, അവൻ സർവശക്തനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശക്തിക്കും ഇതിനെ അതിജീവിക്കുവാനായിട്ട് ഇന്ന് ലോകത്തിലില്ല എന്നുള്ള ഈ സർവശക്തനിലാണ് നമ്മൾ പറ്റിച്ചേരുന്നത്, ഈ സർവശക്തനിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. മൂന്നാമതായിട്ട് പറയുകയാണ്, അവൻ എൻ്റെ സങ്കേതമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജാക്കന്മാർക്കൊക്കെ യുദ്ധസമയത്തൊക്കെ അവരുടെ ഒളിത്താവളം, എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരക്ഷിതത്വം നൽകുന്നതായ ആ സങ്കേതമാണ് ഈ ദൈവം. 3, കോട്ട, സംരക്ഷണം, സങ്കേതവും സംരക്ഷണവുമായ ആ ദൈവത്തിൻ്റെതായ ശക്തി. അതിനുശേഷം വീണ്ടും നമ്മൾ കാണുന്നു, അവൻ നമ്മുടെ ആശ്രയസ്ഥലമാണ്, ശരണസ്ഥലമാണ്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ഈ ലോകത്തിലെ ആൾക്കാരിലൊക്കെ പോയി ആശ്രയിക്കുന്നതിന് പരിമിതികളുണ്ട്. നമ്മൾ സയൻസുകളിലോ ശക്തികളിലോ ഒക്കെ ആശ്രയിക്കുന്നതിനൊക്കെ പരിമിതികളുണ്ട്. എന്നാൽ ഇവിടെ ഈ ദൈവം നമ്മുടെ ആശ്രയം. നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. ആ സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൽ കാണുന്ന ദൈവത്തെപ്പറ്റിയുള്ള മഹത്വത്തെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നു, അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പറയുന്നു, അവൻ നമ്മളെ വഹിക്കുന്നവനാ, നമ്മളെ സംരക്ഷിക്കുന്നവനാ. വഹിക്കുന്നവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബലഹീനരായി നമുക്ക് നടക്കുവാനോ ഓടുവാനോ നിൽക്കുവാനോ ശേഷിയില്ലാതെ വരുമ്പോൾ നമ്മളെ അവൻ്റെ ഉള്ളം കയ്യിൽ വഹിച്ച് എടുത്തുകൊണ്ട് നടക്കുവാൻ കഴിവുള്ളതായ സർവശക്തനായ ദൈവം. അതിനുശേഷം നമ്മൾ പറയുന്നു, അവൻ കഷ്ടകാലത്ത് കൂടെ ഇരിക്കുന്നവനാണ്.
കഷ്ടകാലത്ത് കൂടെ ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 46-ാം സങ്കീർത്തനത്തിൽ ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ. എന്ന് വെച്ചാൽ ഈ ഭൂമിയിലെ ബന്ധങ്ങൾക്കും ശക്തികൾക്കുമൊക്കെ നമ്മുടെ ജീവിതത്തോട് അടുത്തിരിക്കുന്നതിന് പരിമിതികളുണ്ട്. നമ്മൾ എത്ര സ്നേഹിക്കുന്നവരാണേലും നമ്മളൊരു ആശുപത്രിയിലെ ICUവിലും ഒക്കെ ആയി കഴിയുമ്പോൾ, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കറിയാം അവിടെയൊക്കെ ഒരു പരിമിതികളുണ്ട്. നമ്മളെ എത്ര സ്നേഹിക്കുന്നവരാണേലും അവർക്ക് വന്ന് നിൽക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക്, ആ കണ്ണാടി കവറിൻ്റെ അപ്പുറത്തേക്ക് അവരെ കടത്തിവിടത്തില്ല. അവിടെ നിൽക്കാനേ കഴിയത്തുള്ളൂ. അതേ പ്രിയമുള്ള, ഇവിടെ പറയുകയാണ് അവൻ കഷ്ടകാലത്ത് നമ്മുടെ കൂടെ ഇരിക്കുന്നതാണ്. ഈ പറ്റിച്ചേരുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് നമ്മുടെ ഏതവസ്ഥയിലും ആരും കാണത്തില്ല. പ്രിയമുള്ളവരെ, നമ്മളിരുന്ന് കരയുന്ന മേഖലകളിൽ, നമ്മൾക്കൊരാശ്വാസത്തിന് വേണ്ടി നമ്മളിരുന്ന് വെമ്പൽ കൊള്ളുമ്പോൾ ഈ ദൈവം അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തെന്ന് പറഞ്ഞാൽ അത് നമ്മളോട് ചേർന്നിരുന്ന് നമ്മുടെ വേദനകളെ അറിഞ്ഞ് നമ്മളെ വിടുവിക്കുന്നതിനായ കർത്താവ്. അതിനുശേഷം 9-ാമതായിട്ട് കാണുന്നത് അവൻ സംതൃപ്തി തരുന്നവനാണ്. ലോകത്തിലെ ആർക്ക് തരാൻ പറ്റും നമുക്കൊരു സംതൃപ്തി? ഈ ലോകം നമുക്ക് എപ്പോഴും അസംതൃപ്തിയുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ അതൃപ്തിയുടെ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ പറയുകയാണ് ഈ ദൈവത്തിൻ്റെ പ്രത്യേകത, ഈ സർവശക്തൻ്റെ പ്രത്യേകത, നമ്മളിൽ പറ്റിച്ചേരുന്നതായ, നമ്മൾ ആശ്രയിക്കുന്ന ഈ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയാം, അവൻ നമ്മളെ മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് പോഷിപ്പിക്കുകയും സംതൃപ്തി തരും. ഒരു പൂർണ്ണതയുടെ ദൈവമാണ്. നമ്മൾക്ക് അവൻ മതിയാകുവോളം നമ്മളെ തൃപ്തിപ്പെടുത്തുന്നവനായ ഒരു ദൈവമാണ്. ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അവസാനത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ് അവൻ നമ്മളെ രക്ഷിക്കും. ഇത് നമ്മളെ ഈ ലോകത്ത് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഇതിലൂടെ എല്ലാം നമ്മളെ കടത്തിവിട്ട് കഴിയുമ്പോൾ അവൻ നമ്മളെ രക്ഷിക്കും. രക്ഷ കൊണ്ട് നമ്മളെ കർത്താവിൻ്റെ മാർവോട് ചേർത്ത് ആ നിത്യമായ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ ചേർക്കുന്നതായ ഒരു ദൈവമാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവർ, നമുക്ക് എന്തിനാണ് ഈ ഭൂമിയിൽ നമ്മൾ നിരാശപ്പെടുന്നത്? എന്തിനാണ് നമ്മൾ ചെറിയതായ വലുതുമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പിറുപിറുക്കുന്നത്? ധൈര്യത്തോടുകൂടി ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഈ സർവശക്തൻ്റെ ഈ മഹത്വത്തെ നമുക്ക് ഒന്ന് തിരിച്ചറിയുവാനായിട്ടിടയായി തീരട്ടെ. ആ തിരിച്ചറിവുണ്ടല്ലോ നമ്മളെ ജയോത്സവമായി, പ്രത്യാശയുള്ളവരായി, സമാധാനമുള്ളവരായിട്ട്, എനിക്കെന്ത് വന്നാലും എനിക്കിങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ വിളിക്കുന്നത്. കല്ലിനെയോ മണ്ണിനെയോ ഒന്നുമല്ല ഞാൻ ആരാധിക്കുന്നത്. ഈ സർവശക്തൻ, അത്യുന്നതൻ, എൻ്റെ എല്ലാം അറിയുന്നവൻ, ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ഭാഗ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഇത്ര വലിയ സൗഭാഗ്യം ഞങ്ങൾക്ക് തന്നല്ലോ. ഈ ദൈവത്തിൻ്റെ ഈ മഹത്വത്തെ തിരിച്ചറിയുവാൻ ഞങ്ങൾ ആശ്രയിക്കുന്ന, ഞങ്ങൾ കർത്താവെ പറ്റിച്ചേർന്നിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ ഈ മഹത്വത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ സ്വർഗീയ കൃപകളും നന്മകളും വിടുതലും നൽകി അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.